നമസ്കാരം, ഞാൻ മിനി രവീന്ദ്രൻ. ആർക്സ് മീഡിയയുടെ മിഞ്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാം. കരിമീൻ പൊള്ളിക്കാനായിട്ട് നമുക്ക് 2 തരം മസാലകളാണ് വേണ്ടത്. ഒന്ന് കരിമീൻ ഫ്രൈ ചെയ്തെടുക്കാനും മറ്റേത് ഇലയിൽ പൊതിഞ്ഞിട്ടുള്ള മസാലയും. അപ്പോൾ കരിമീൻ ഫ്രൈ ചെയ്യാനുള്ള മസാലകൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളുമതി, പിന്നെ ഇഞ്ചി ചതച്ച് വെച്ചിരുന്നത് കുറച്ച്, അതുപോലെ വെളുത്തുള്ളി കുറച്ചിടുക, കുറച്ച് ഒരു തുള്ളി വെളിച്ചെണ്ണ, പിന്നെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇത് മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മീൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞ് നല്ല ഡീപ്പായിട്ട് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചിലർ കണ്ണും പാലൊക്കെ ഉപയോഗിക്കും, പക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല തേച്ച് പിടിപ്പിക്കണം. അത് ഈ ഗ്യാപ്പിലേക്കൊക്കെ എടുത്ത് ചെയ്യണം, എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കുള്ളൂ. അതുപോലെ ഈ വയറിൻ്റെ ഭാഗവും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ബാക്കിയുള്ള മസാല കൊണ്ട് ഒരു മീനും കൂടി ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഒരു 15 മിനിറ്റ് നേരം ഇത് വെക്കണം. ഇനി നമുക്ക് മീൻ വറുക്കാനുള്ള ഇത് നോക്കാം. അപ്പോൾ ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് നല്ലോണം ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നല്ല ചൂടായി കാണുമ്പോൾ അതിലേക്ക് മീനിടാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. പെട്ടെന്ന് തന്നെ മറിച്ചിടാം. മീനായിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്, നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ ആ വെളിച്ചെണ്ണയിൽ തന്നെ ഇലയിൽ പൊതിയാനുള്ള മസാല റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഈ 2 മീനിലേക്കൊരു 30 കുഞ്ഞുള്ളി നന്നായി ചെറുതാക്കി നുറുക്കിയത് വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്യുക. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഗരം മസാല, കുറച്ച് കുരുമുളക്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ചതച്ചതോ കുഞ്ഞിതായിട്ട് അരിഞ്ഞതോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിടുക. 2 പച്ചമുളക് ചെറുതായി നുറുക്കിയത്, പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴണ്ടി വരട്ടെ. നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. സാധാരണ മുളക് പൊടി നമ്മൾ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി ഒരു ചെറിയ സ്പൂൺ കൂടി ആഡ് ചെയ്തിട്ട് ഇതും നല്ലതുപോലെ വഴണ്ടി വരണം. കുഞ്ഞുള്ളിയും തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 125 ml ഏകദേശം നാളികേരപ്പാൽ, 1-ാം പാൽ മാത്രം ഒഴിക്കാൻ പാടുള്ളൂ, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ കുറുകണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അവസാനം ഉപ്പും മുളകൊക്കെ നോക്കുക, വേണ്ടവർക്ക് അത് ആഡ് ചെയ്യുക. അതിന് ശേഷം മീനിലേക്ക് നമുക്ക് ഇലയിൽ പൊതിഞ്ഞ് വയ്ക്കാം. മസാല നല്ല പാകമായിട്ടുണ്ട്. ഇതാണ് ഇങ്ങനെ ഇരിക്കണം, വെള്ളം ഒട്ടുമില്ലാണ്ട് കുറുകിയിരിക്കണം. ഇനി ഈ മസാല മീനിൽ വരട്ടിയിട്ട് ഇലയിൽ എങ്ങനെ പൊതിഞ്ഞെടുക്കണമെന്ന് കാണിച്ചു തരാം. ഇതിനായിട്ട് ഈ മസാല വയ്ക്കാനായിട്ട് ഒരു വാഴയിലയുടെ കഷ്ണം എടുക്കുക. നല്ലോണം കഴുകി തുടച്ചിട്ട് ചെറിയ തീയിൽ വാട്ടി വെച്ചേക്കണത്. ഇതിൻ്റെ മേലേക്ക് ഒരു ചെറിയ കഷ്ണം വാഴയില വേറെ വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് മസാല ആദ്യം ഇടുക. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ച മീൻ വെച്ച് കൊടുക്കുക. കുറച്ച് മസാല അതിൻ്റെ മേലെയും അതിൻ്റെ വയറിലൊക്കെ ആയിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ പൊക്കിയിട്ട് അതിൻ്റെ വയറിൻ്റെ ഉൾഭാഗത്തേക്ക് കുറച്ച് തേച്ച് പിടിപ്പിക്കും, ഫുള്ളായിട്ടും തേച്ച് പിടിപ്പിക്കണം. അതിനുശേഷം ഇല മടക്കി നൂലുകൊണ്ടോ അല്ലെങ്കിൽ വാഴയുടെ ഇലയുടെ തണ്ട് കൊണ്ടോ കെട്ടി നമുക്ക് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കണം. മീൻ പൊള്ളിക്കാനായിട്ട് വീണ്ടും പാൻ അടുപ്പത്ത് വയ്ക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇലയിൽ വെച്ചേക്കണ മീൻ വെച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇടണം. 2 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ചിടാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം.
വീഡിയോ ഇഷ്ടമായെന്ന് കരുതണം. അപ്പോൾ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും താങ്ക്സ്.